നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വയറിംഗ് 1 ലാമ്പ് കൺട്രോൾ ബൈ 1 സ്വിച്ച്. ഈ വയറിങ്ങിൻ്റെ ലേഔട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്വിച്ച് ബോക്സ്, ലാമ്പ് കണക്ഷൻ. ഇനി നമുക്ക് ഈ ലേഔട്ട് പ്രകാരമുള്ള സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഐ റൂൾ പ്രകാരം ഏതൊരു വയറിംഗ് ഇൻസ്റ്റാളേഷനും തുടക്കത്തിൽ ഫ്യൂസ്, ന്യൂട്രൽ ലിങ്ക് എന്നീ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് വെക്കണമെന്ന്. അതുപോലെ തന്നെ 1 ലാമ്പ് കൺട്രോൾ ബൈ 1 സ്വിച്ചിൽ ഉപയോഗിക്കുന്ന സ്വിച്ച് SPST സ്വിച്ചുകളാണ്, സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ചുകൾ. അഥവാ ഇത്തരം സ്വിച്ചുകളെ 1 വേ സ്വിച്ചുകളെന്നും വിളിക്കാറുണ്ട്. ഇത്തരം സ്വിച്ചുകൾ 2 ടെർമിനലാണ് ഉണ്ടാകുന്നത്, അപ്പർ ടെർമിനൽ ആൻഡ് ലോവർ ടെർമിനൽ. ലാമ്പ് കണക്ഷൻ. ഇനി നമുക്ക് ഫേസ് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം. ഫേസ് ഫ്യൂസ് വഴി SPST സ്വിച്ചിൻ്റെ ലോവർ ടെർമിനലും ന്യൂട്രൽ ലിങ്ക് വഴി നേരിട്ട് ലാമ്പിലേക്കും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം SPST സ്വിച്ചിൻ്റെ അപ്പർ ടെർമിനലിൽ നിന്നും ലാമ്പിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഇനി ഈ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചുള്ള ലാമ്പ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. SPST സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫേസ് ഫ്യൂസ് വഴി ലോവർ ടെർമിനലിലേക്ക് എത്തുന്നു. SPST സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ 2 ടെർമിനലും തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ട് തന്നെ അപ്പർ ടെർമിനലിൽ നിന്ന് ലോവർ ടെർമിനൽ വഴി ലാമ്പിലേക്ക് ഫേസ് എത്തുന്നില്ല. എന്നാൽ ന്യൂട്രൽ മാത്രമാണ് ലാമ്പിലേക്ക് എത്തുന്നത്. ഈ കണ്ടീഷനിൽ ലാമ്പ് ഡാർക്ക് കണ്ടീഷൻ അഥവാ ഓഫ് കണ്ടീഷനാണെന്ന് പറയാം. എന്നാൽ സ്വിച്ച് ഓൺ കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓൺ കണ്ടീഷനിൽ SPST സ്വിച്ചുകളുടെ 2 ടെർമിനലും കണക്ഷൻ ഉണ്ടായിരിക്കും. ലോവർ ടെർമിനലിൽ നിന്ന് അപ്പർ ടെർമിനലിലേക്ക് സുഗമമായി ഫേസ് കടന്നു പോകും. ഫേസ് ഫ്യൂസ് വഴി ലോവർ ടെർമിനലിലേക്ക് എത്തുകയും ലോവർ ടെർമിനലിൽ നിന്ന് അപ്പർ ടെർമിനൽ വഴി ലാമ്പ് ഹോൾഡറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതേസമയം ന്യൂട്രൽ ലിങ്ക് വഴി ലാമ്പ് ഹോൾഡറിൻ്റെ രണ്ടാമത്തെ ടെർമിനലിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ കണ്ടീഷനിൽ ഫേസും ന്യൂട്രലും ലാമ്പിലേക്ക് എത്തുകയും ലാമ്പ് ബ്രൈറ്റ് കണ്ടീഷനും അഥവാ ഓൺ കണ്ടീഷനിലാവുകയും ചെയ്യുന്നു.